ഈ ദേവിക ഇതെന്ത് ഭാവിച്ച? നന്ദനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിച്ചെടുക്കാൻ നമ്മൾ നോക്കുമ്പോ അവള് നന്ദന് തൂക്കുകയറ് വാങ്ങിക്കൊടുത്തേ അടങ്ങൂന്ന. എടാ, നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? എന്ത് വേണമെന്ന് ആലോചിക്കുക. ആലോചിച്ച് തീരുമാനം ആവുമ്പോഴേക്കും എല്ലാവർക്കും പൂട്ട് വീഴും. എടാ, പാപ്പ നല്ല പരിഭവത്തിലാ. ദേവിക വിളിച്ചൂന്നും കുറ്റപ്പെടുത്തി സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കേസ് പാപ്പന്റെ കയ്യിൽ നിന്ന് എടുത്തു മാറ്റി മുകളിലോട്ട് വിട്ട നന്ദന്റെ കാര്യം പിന്നെ എങ്ങനെയാന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നിന്റെ കാര്യവും കേസിൽ നിന്ന് ദേവിക ഒന്ന് മാറ്റി നിർത്താൻ നന്ദനോട് പറയാം. പിന്നെ MLA അല്ലേ, അവളുടെ മേലും പ്രഷർ കാണും. ഇവിടെ എന്ത് പ്രഷർ? അവൾക്ക് എപ്പോഴും ആദർശം കളിക്കണം. കോളേജ് വെച്ചും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. ഇതിപ്പോ പക്ഷെ സ്വന്തം കഞ്ഞി തന്നെ മണ്ണ് വാരി ഇടുന്ന പോലെയാ. DGP ഇടപെട്ട് കേസ് വേറെ ടീമിന് കൈമാറിയ അവളുടെ ഭർത്താവ് അടുത്ത നിമിഷം അകത്താ. എനിക്കറിയാം, ഞാൻ നന്ദനെ അറിയിച്ചോളാം. ഇല്ലെങ്കിൽ പിന്നെ നന്ദൻ ഋഷിയെ തട്ടിയ കാര്യം അവളെയും കൂടി അറിയിക്കണം. അതൊന്നും വേണ്ട, വരട്ടെ. ഞാൻ നന്ദനോട് കാര്യങ്ങൾ സംസാരിക്കാം. അവനൊക്കെ മനസ്സിലാവും. അവൻ ദേവിക്ക് നിയന്ത്രിച്ച് നിർത്തിക്കോളും. ശരി. ബെല്ല, ഞങ്ങൾ DVSP ഒന്ന് കാണണോ? വേണ്ട, തൽക്കാലം അതൊന്നും വേണ്ട. ഒന്നാമതേ പാപ്പ നല്ല ചൂടില്ല. ദേ, നീ നന്ദനെ വിളിച്ചിട്ട് വേഗം ദേവിയെ ഒന്ന് ഡീൽ ചെയ്യാൻ പറ. ചെല്ല്. ദേവിയുടെ വിട്ട് അന്വേഷണം കടുപ്പിക്കുന്ന ലക്ഷണമാണ് കാണുന്നത്. അച്ഛനും അരുന്നതും ഇടത്തിനൊപ്പം നിൽക്കുക. സംഗതി കുഴയെന്നാ തോന്നുന്നേ. സിദ്ധുവിനും ദേവികയ്ക്കും യഥാർത്ഥ കാര്യം എന്താണെന്ന് അറിയില്ലല്ലോ. പക്ഷേ നമുക്കൊന്നും അറിയിക്കാനും പറ്റുന്നില്ല. അമ്മേ, അന്വേഷണം ഈ DVSP മാറ്റണമെന്നൊക്കെ പറഞ്ഞ് ദേവി DGP കണ്ടാലും പ്രശ്നം. അമ്മേ, കാര്യങ്ങൾ കൈവിട്ട് പോവോ? മോ സമാധാനപ്പെട്. പേടിക്കുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല. എന്താണ് അമ്മയും മോനും കൂടെ തമ്മിലൊരു ഗൂഢാലോചന? എന്നോട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും ആണോ ഡിസ്കസ് ചെയ്യുന്നത്? അല്ലല്ല, അതിന് മോളോട് പറയാൻ പറ്റാത്ത എന്ത് രഹസ്യമാണ് ഞങ്ങൾക്കുള്ളത്? ഞാൻ വെറുതെ ചോദിച്ചതാ. എന്താ രണ്ടാളും ടെൻഷനായിട്ട് നിൽക്കുന്ന പോലെ? എന്താ പറ്റിയേ? ഒന്നുമില്ല, അരുന്ധതി വന്നതിന്റെ ബാക്കി കാര്യങ്ങൾ പറയായിരുന്നു. പിന്നെ മോളെ, എന്റെ ഒരു അഭിപ്രായം പറയട്ടെ. എന്താ അമ്മേ? അരുന്ധതിയുടെയും ഋഷിയുടെയും കാര്യത്തില് മോള് വെറുതെ ഇടപെടണ്ട. ഒന്നാമത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കേസാ. അവസാനം ചിലപ്പോ പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് ഇടപെട്ടതെന്നൊക്കെ ആരോപണങ്ങൾ വരും. എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ എടുത്ത് തലയിൽ വെക്കുന്നത്? ഞാൻ MLA അല്ലേ അമ്മേ. ജനപ്രതിനിധി എന്ത് ചെയ്താലും ആരോപണങ്ങളും അപവാദങ്ങളും ഒക്കെ ഉണ്ടാവും. അത് പേടിച്ച് ചെയ്യേണ്ടതൊക്കെ ചെയ്യാതിരിക്കാൻ പറ്റുമോ അമ്മേ? നന്ദു, അരുന്ധതി മാഡം എന്റെ നിയോജക മണ്ഡലത്തിലെ ആളാ.
മാഡത്തിന്റെ പരാതിയില് ഉറപ്പായും ഒരു നടപടി ഉണ്ടാക്കണം. ദേവി, അമ്മ പറഞ്ഞ പോലെ ആത്മാർത്ഥത കാണിച്ച് അവസാനം കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വരും. അതല്ലേ ഞാനും പറഞ്ഞത്. കുറ്റപ്പെടുത്തലുകളൊന്നും പേടിക്കുന്നില്ല ഞാൻ. പിന്നെ ആ DYSP പുള്ളി എന്തൊക്കെയോ ഒളിക്കുകയും മറക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെന്നാ എന്റെ തോന്നല്. എത്ര മറച്ചാലും ശരി, എല്ലാം ഞാൻ പുറത്തു കൊണ്ടുവരും. ഋഷിക്ക് എന്ത് പറ്റിയെന്നുള്ളത് കണ്ടുപിടിക്കും. ആരെങ്കിലും അവനെ അപകടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവരെ കണ്ടുപിടിച്ച് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. മോനെ, ഇതാകെ കുഴപ്പമാവുമെന്ന് എനിക്ക് തോന്നുന്നേ. ദേവി ഇടപെട്ട ഞാൻ മിക്കവാറും അകത്താവും. നന്ദ, ജീവിക്കാൻ പഠിച്ചിട്ടില്ല സാറേ. ദേവിക ജീവിക്കാൻ പഠിച്ചിട്ടില്ല. ഇപ്പോഴത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നതേ കയ്യാലപ്പുറത്ത് തേങ്ങ പോലെയാ. അടുത്ത തെരഞ്ഞെടുപ്പിന് സീറ്റ് കിട്ടുവോ, കിട്ടിയാൽ തന്നെ ജയിക്കുവോ ഒന്നും ഉറപ്പില്ലല്ലോ. മാത്രമല്ല, ചില പാർട്ടികള് 1 ടേം മതി 2 ടേം മതി എന്നൊക്കെ ചിലപ്പോൾ നിബന്ധനകളും വെക്കും. അപ്പോ ബുദ്ധിയുള്ളവർ എന്ത് ചെയ്യണം? 5 വർഷം കൊണ്ട് ഒരു 50 തലമുറയ്ക്കുള്ളതങ്ങ് ഉണ്ടാക്കണം. അല്ല, ചില ആൾക്കാർ അങ്ങനെ ഉണ്ടാക്കുന്നുമുണ്ട്. പക്ഷേ ആദർശം പിടിച്ചിരിക്കുന്ന ദേവിക്ക് തലയെ കൊണ്ട് കൊട്ടിയാലും വേണ്ട. ഇതൊക്കെ എന്നാണ് പഠിക്കുന്നത്? ത്യാഗരാജ, ഓ സാറേ, നീ എഴുതി വെച്ചോ. അവള് ചില പാഠങ്ങൾ പഠിക്കും. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിൽ അവള് നാണം കെട്ട് നിൽക്കുന്നത് നിനക്ക് വൈകാതെ കാണാം. സത്യമാണോ നായർ സാറേ? ആ കാഴ്ച എനിക്ക് കാണാൻ പറ്റുമോ? എന്നെ ത്യാഗരാജന് ശരിക്കും അറിയില്ലെന്തോ. അയ്യോ, അറിയാം, മനസ്സിലായി. എനിക്ക് ചെയ്യാൻ പറ്റാത്തത് സാറിൽ കൂടി ചെയ്ത് കാണാലോ. ചന്ദ്രോത്തൊന്ന് കേട്ടാ മതി. എനിക്ക് ഉള്ളംകാലിന്ന് ഉച്ചാന്തല ഒരു പീടി അങ്ങ് പിടിക്കും. പണ്ട് ത്യാഗരാജൻ വേറൊരു രാജാവായിരുന്നു സാറേ. സാറ് പോലും ചിലപ്പോൾ എന്നെ കണ്ട വിറച്ച് നിൽക്കും. പക്ഷേ തുടർ പരാജയങ്ങൾ എന്നെ ക്ഷണിപ്പിച്ചു. വേണ്ട, ഞാനൊന്നും പറയുന്നില്ല. സാറേ, സാർ എന്തായാലും ഇത് വിട്ടുകൊടുക്കരുത്. ദേവികയെ കിട്ടിയില്ലെങ്കിൽ വേണ്ട, ദേവികയ്ക്ക് തുല്യരായവരെ കൂടെ നിർത്തണം. ദേവിയേക്ക് തുല്യരെന്ന് വെച്ചാ പറയാം. പ്ലാന്റിനെതിരെ ഒരു യുവജന പ്രക്ഷോഭം വരാൻ സാധ്യതയുണ്ടെന്ന് സാറ് പറഞ്ഞല്ലോ. അതിന്റെ മുന്നിൽ നിൽക്കാൻ പോകുന്ന ആരാണെന്ന് അറിയാമോ? ആരാ? ഗിരീഷ്. ഗിരീഷ് സാറേ, നമ്മുടെ ദേവികയുടെ ഭർത്താവ് നന്ദന്റെ അളിയൻ. ഞാനായിട്ട് കുറെ കണക്കുകൾ പെൻഡിങ് കിടപ്പുണ്ട്. അവനെ എങ്ങനെയെങ്കിലും അടിച്ചു വീഴ്ത്തി കൂടെ നിർത്തിയ പ്ലാന്റ് എപ്പോ ഉയർന്നു ചോദിച്ചാൽ മതി. ത്യാഗരാജ, അയാളെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് എടുക്ക്. ബാക്കി ഞാൻ കൈകാര്യം ചെയ്തോളാം. ആയിക്കോട്ടെ സാർ, ഇപ്പൊ തന്നെ തന്നേക്കാം. അവന്റെ ഫോട്ടോ എന്റെ കയ്യിലുണ്ടെന്ന് തോന്നുന്നു. ഇനിയിപ്പോ എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ശരി, കെ നായരുടെ പ്ലാന്റ് വിളപ്പിൻകൂട് ഉയരാൻ പാടില്ല. അയാള് നമ്മുടെ പാർട്ടിയിലെ തന്നെ കുറെ പേരെ വിലക്കെടുത്തുന്നാ കേട്ടോ. ആയിക്കോട്ടെ, നമ്മളെ വിലക്കെടുത്തിട്ടില്ലല്ലോ. അതില്ല. പ്രക്ഷോഭം നമ്മൾ സംഘടിപ്പിക്കും.
ഈ നാട്ടിൽ ശുദ്ധവായു നല്ല വെള്ളവും അവശേഷിക്കുന്ന അപൂർവ സ്ഥലങ്ങളിലൊന്നാ വിളപ്പിൻകോട്. ആ പ്രദേശം ദുഷിപ്പിക്കാൻ അനുവദിക്കരുത്. അതെ, ഗിരീഷ് മുന്നിൽ നിന്നാ മതി, പിന്നെ ആൾക്കാർ വന്നോളും. ഗിരീഷിനെ സ്വാധീനിക്കാനും നോക്കും KK നായർ. ആ, സ്വാധീനിക്കാങ്ങ് വരട്ടെ, ഞാൻ ആരെന്ന് കാണിച്ചു കൊടുക്കാം. എന്തായാലും പാർട്ടി സജീവമായിട്ട് ഈ സമരം ഏറ്റെടുക്കാൻ പോകണല്ലോ. അതെ. അതുകൊണ്ട് തന്നെ ഇതിനൊരു റിസൾട്ട് ഉണ്ടാവും. ആ, പാർട്ടി ഏറ്റെടുത്താലും ഇല്ലെങ്കിലും ഇത് നമ്മൾ ഏറ്റെടുക്കുന്ന പോകും. ആ, അതെ. ഒരു സെക്കൻഡ്. ഹലോ അമ്മേ, ഗിരിനി എവിടെയാ? ഞാനിതാ പുറത്താ. ഒരു മീറ്റിംഗ് കഴിഞ്ഞു, അതിന്റെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. നീ അത്യാവശ്യമായിട്ട് വീട് വരെ ഒന്ന് വരണം. എന്താ അമ്മേ? വേഗം വാ ഗിരി. അമ്മ ഇവിടെ കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട്. ഗിരി, അതൊക്കെ പിന്നെ ആവാം. നീ ഒന്ന് വേഗം വാ, അത്യാവശ്യമാ. വേഗം വാടാ. അമ്മ കാര്യം പറ. ഒക്കെ നീ വന്നിട്ട് പറയാം. ആ ശരി, ഞാനിതാ വരുന്നു. അതെ, വീട്ടിലെന്തോ അത്യാവശ്യമുണ്ട്, ഞാനത് പൊക്കോട്ടെ. എന്നാ ഗിരി വിട്ടോ, ഞങ്ങളോട് വരണോ? വേണ്ട വേണ്ട. അപ്പോ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിലിടണം. അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. ആ ഗിരീഷ് പോയിക്കോ. ശരി. ചെന്നിട്ട് കാര്യങ്ങൾ വിളിച്ചറിയണേ. ഓ ശരി. ഗിരീഷ് പറഞ്ഞത് കറക്റ്റ്. ആ രീതി മുന്നോട്ട് പോകും. അതെ, വാ. എന്റെ നൗഷാദെ, ജൂബിലറിഡിയൻ ടെക്സ്റ്റൈൽസിന്റെ ഉദ്ഘാടനത്തിനൊക്കെ MLA വേണമെങ്കിൽ ഓഫീസുമായിട്ട് ബന്ധപ്പെടും. ടൈം ഉണ്ടെങ്കിൽ ദേവിക വരും. ആ, ആരുടെ ആണെങ്കിലും ഞാൻ പറയില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും സിനിമാ നടിമാരെ നോക്ക്, അതല്ലേ ട്രെൻഡ്. ആ ശരി, സൂചിപ്പിച്ചേക്കാം. സിദ്ധു, ആ, നമ്മൾ എന്തിനാ സിദ്ധു ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാൻ പോകുന്നത്? ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ആരിടപെട്ടു? ഇപ്പൊ തന്നെ MLA ഒരു ജുവലറി ഉദ്ഘാടനത്തിന് വേണ്ടി എന്നെയാ വിളിച്ചത്. അല്ല, പോലീസ് കേസോ രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ ഇടപെടാന്നല്ലാതെ ഇതൊക്കെ വെറുതെ. പോലീസ് കേസിന്റെ കാര്യം തന്നെയാ ഞാൻ ചോദിക്കുന്നത്. ഏ? സിദ്ധു എന്തിനാ ആ ഡിവൈഎസ്പിയെ വിളിച്ചത്? ഒന്ന് തെളിച്ച് പറ പ്രഭ. അരുന്ധതിയുടെ കാര്യത്തിനു വേണ്ടി ഡിവൈഎസ്പിയെ വിളിച്ചത് എന്തിനാണെന്ന്. അതെന്തൊരു ചോദ്യ? ഞാനൊരു പൊതുപ്രവർത്തകനല്ലേ? ഒരാളെ കാണാതായ അതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ എനിക്കും ബാധ്യതയില്ലേ? നാട്ടിൽ എത്രയോ പേരെ കാണാതാവുന്നുണ്ട്. അതിനെല്ലാം സിദ്ധു ഇടപെട്ടുകൊണ്ടിരിക്കുകയാണോ? എന്താ തന്റെ പ്രശ്നം? ഞാൻ അരുന്ധതിയുടെ പ്രശ്നത്തിൽ ഇടപെട്ടതാണോ? അതും ഒരു പ്രശ്നം തന്നെയാ. എന്നെ തോൽപ്പിക്കാൻ നടക്കുന്നവളാണ് അരുന്ധതി. അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് സിദ്ധുവും എനിക്ക് വേണ്ടി അവളെ വെല്ലുവിളിച്ചില്ലേ? എന്നിട്ടിപ്പോ പെട്ടെന്ന് ഈ രീതിയിൽ മാറുകയെന്ന് വെച്ചാ? ഞാൻ മാറിയതൊന്നുമല്ല. രാമപുരത്തെ ഓരോ വോട്ടർക്കും വേണ്ടി ദേവിക ഇടപെട്ടേ പറ്റൂ. അപ്പോ എന്നാൽ കഴിയും വിധം ദേവികയെ സഹായിക്കണം. എന്താച്ചാ? ഒന്നുമില്ല, ഞാൻ DYSPയോട് സംസാരിച്ചത് പ്രഭയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ വിളിക്കാൻ പാടില്ലായിരുന്നു. അമ്മേ, പലയിടത്തുനിന്നും പ്രഷർ ചെന്നാലേ DYSPക്ക് ചൂട് വരൂ. അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായാൽ മാത്രമേ പോലീസുകാര് വേണ്ട രീതിയിൽ ഈ കേസ് അന്വേഷിക്കത്തുള്ളൂ, കണ്ടുപിടിക്കത്തുള്ളൂ. നോക്ക് പ്രഭ, നമ്മുടെ നന്ദനെ പോലെ ഒരാളെ കാണാതായിരിക്കുന്നത്. ഇവനെക്കാളും ചെറുപ്പം. ഏതെങ്കിലും ദുഷ്ടന്മാർ കൊന്നതാണോ ഒന്നും അറിയില്ല. കൊന്നിട്ടുണ്ടെങ്കിൽ അങ്ങ് കൊല്ലട്ടെ. ഒന്ന് നോക്കിയാ അവൻ കൊല്ലപ്പെടേണ്ടവൻ തന്നെയാ. അമ്മേ, ഇതിന്റെ പേരിൽ ഒരു തർക്കം വേണ്ട. ഞാൻ തർക്കിച്ചതല്ല, മനഃപൂർവ്വം വേദനിപ്പിക്കാൻ പറഞ്ഞതുമല്ല. നമുക്കൊരു സമാധാനം വേണം, അങ്ങനെ പറഞ്ഞതാ. പ്രഭ എന്താ ഇങ്ങനെ? അച്ഛാ പോട്ടെ. ഋഷി അമ്മയോട് കാണിച്ചിട്ടുള്ളത്
അമ്മയ്ക്ക് പെട്ടെന്ന് മറക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ പറഞ്ഞതാവും. എന്നാലും ഈ രീതിയിലൊക്കെ എടാ മോനെ, പ്രഭയ്ക്കിപ്പോ ഒരു ചേഞ്ച് വന്നായിട്ട് നിനക്ക് തോന്നുന്നില്ലേ? അല്ല, ദേവി പറഞ്ഞ പോലെ. ആ, അങ്ങനെ കൊള്ളാം. മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ മകനെ നഷ്ടപ്പെട്ട ഒരു സ്ത്രീ ഒരു സഹായം ചോദിച്ചു വന്നിട്ട് ഈ രീതിയിൽ സംസാരിക്കുന്നത് നമുക്ക് ചേർന്നല്ല. മോളെ, ഋഷിയെ കണ്ടെത്തുന്നത് വരെ അതിലെ മോള് ഇടപെട്ടുകൊണ്ട് തന്നെ ഇരിക്കണം. ശരി അച്ഛാ. എന്താ കാര്യം? നീ അകത്തേക്ക് ചെല്ല്. കാര്യം എന്താന്ന് പറ. രജനി എവിടെ? റൂമിലുണ്ട്. എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീ അവളോട് പോയി ചോദിക്ക്. രജനി, എന്താ രജനി? എന്താ പറ്റി? കാര്യം പറ രജനി. ടെൻഷൻ ആക്കാതെ എന്താ സംഭവിച്ചെന്ന് പറയുന്നുണ്ടോ? ഒരാള് വരുന്നുണ്ട്. ആര്? ചന്ദ്രത്തുനിന്ന് ആരെങ്കിലും ആണോ? നന്ദൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ടെൻഷൻ ആവാനൊന്നുമില്ല. ആള് വരുന്നു പറഞ്ഞിട്ട് ആളാരാന്ന് പറയാത്ത എന്താ? ആയിരിക്കട്ടെ, എനിക്കറിയാവുന്ന ആരെങ്കിലും ആണോ? ഗിരി തന്നെയാ. ഞാൻ തന്നെയാണോ? രജനി, നീ വാലും തുമ്പില്ലാതെ ഓരോന്ന് പറയാതെ കാര്യം പറയുന്നുണ്ടോ? എന്തേത്? കുന്തം. വരുന്നത് വേറെ ആരുമല്ല, കുടുംബത്തിലെ പുതിയ അതിഥിയാ. മാറ്, അമ്മ ഇപ്പൊ വരും. സാരമില്ല, ഇവിടെ എന്തൊക്കെ നടക്കാൻ പോകുന്നതെന്ന് അമ്മയ്ക്ക് ഊഹിക്കാൻ പറ്റും കേട്ടാ. ചെറിയൊരു സംശയം തോന്നി. ഇന്നലെ മുതല് ചെറിയൊരു തലചുറ്റലുണ്ടായിരുന്നു. ഇന്നിപ്പോ 1-2 പ്രാവശ്യം വൊമിറ്റ് ചെയ്തു. അപ്പൊ തന്നെ അമ്മ ഉറപ്പിച്ചു നമ്മുടെ ജൂനിയർ വരുന്നുണ്ടെന്ന്. ടെസ്റ്റ് ചെയ്തപ്പോ സംഗതി പോസിറ്റീവ്. അപ്പോ മിസ്റ്റർ ഗിരി, നമുക്ക് പ്രമോഷൻ കിട്ടാൻ പോവാ, അച്ഛനായിട്ടും അമ്മയായിട്ടും. അതെ, ഇങ്ങനെ ഒരു പ്രമോഷൻ എനിക്ക് തന്നതിന് 1000 താങ്ക്സ്. എന്തായി കാണിക്കുന്നേ? മോളെ, കുഴപ്പമില്ല, അമ്മ വന്നോ? മുത്തശ്ശിയാവാൻ പോകുന്ന പ്രമാണിച്ച് എന്റെ ചെലവ് പാൽപ്പായസം. താങ്ക്സ്. മോളെ. അമ്മേ, അതെ, ഇതൊന്നും പോരാ. മാസാമാസം കിട്ടുന്ന പെൻഷനിൽ നിന്ന് ഒരു നല്ല വിഹിതം കൂടെ തരേണ്ടി വരും. ചെലവ് കൂടാൻ പോവാ.
നിങ്ങൾ ഇനി എന്റെ പെൻഷനിൽ നിന്ന് 5 പൈസ പോലും പ്രതീക്ഷിക്കണ്ട. അയ്യോ അതെന്താ അമ്മേ? ഇനിയൊക്കെ എന്റെ പേരക്കുട്ടിക്കാ. ആഹാ അതമ്മ സ്കോർ ചെയ്തു. ആ ഗിരി, ഞാൻ ചന്ദ്രോത്തൊന്ന് വിളിച്ചു പറയട്ടെ. ഗിരിയോട് പറഞ്ഞിട്ട് വിളിക്കാന്ന് കരുതി. വരട്ടെ, ഇന്ന് പറയണ്ട. നാളെ ഡോക്ടറെ കണ്ട് 100% കൺഫേം ചെയ്തിട്ട് പോവാം. അത് മതി. അമ്മേ, എന്തെങ്കിലും കഴിക്കാനായിട്ട്? എടുക്കാം. ഈ ഗിരിയുടെ ഒരു കാര്യം അമ്മയ്ക്ക് മനസ്സിലായി കാണും. മനസ്സിലായിക്കോട്ടെ. അതേ, ഞാനൊരു അച്ഛനാവാൻ പോകുന്ന ആളാ. കഴിക്കേ.